Good morning once again to our daily practice sessions. ഇന്ന് ഒരു ബ്യൂട്ടിഫുൾ ഡേ ആണ്. അതുകൊണ്ട് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ സ്മോൾ സ്മൈൽ. ഒരു സന്തോഷത്തോടെ ഉള്ളിൽ നിന്നും ആ ചൂട് മനസ്സിലാക്കി ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ ബ്യൂട്ടിഫുൾ സ്മൈൽ. ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. Good സോ morning. ഡേ 4ലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒന്ന് സെൽഫ് അപ്രീഷിയേറ്റ് ചെയ്യുക. ഞാൻ ഇന്ന് എണീറ്റു. എൻ്റെ സാധാരണ സമയങ്ങളിൽ മാറ്റി ഒരു അരമണിക്കൂർ എനിക്ക് വേണ്ടി കണ്ടെത്തിയതിന് താങ്ക് യു സോ മച്ച് എന്ന് സ്വയം പറയുക. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് സെൽഫ് അപ്രീസിയേഷൻ. ഒന്ന് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടാവും നമ്മളുടെ ഇന്നർ ചൈൽഡ് ഒരു അപ്രീസിയേഷൻ, ഒരു വാലിഡേഷൻ. പലപ്പോഴും അത് നമ്മൾ വിട്ടുപോകാറുണ്ട്. സോ അപ്രീഷിയേറ്റ് യുവർ മൈൻഡ്, യുവർ സെൽഫ് വെരി മച്ച്. സെൽഫ് അപ്രീസിയേഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ലിമിറ്റിംഗ് ബിലീഫ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇതേപോലെ എന്താ പറയുക, ലിമിറ്റിംഗ് ബിലീഫിനെ കുറിച്ച് പറയുന്നത്, നെഗറ്റീവ് തോട്ട്സിനെ കുറിച്ച് പറയുന്നത്? അതുപോലെ തന്നെ നമ്മൾ എന്തിനാണ് ഇന്നലെ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞു സെൽഫ് അവെയർനെസ് വേണമെന്ന് പറഞ്ഞു. ഡിഫറെൻറ്റ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു. എന്തുകൊണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾക്കൊരു സെൽഫ് ഡിസ്കവറി വേണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു അല്ലേ? സെൽഫ് ഡിസ്കവറി എത്തണമെങ്കിൽ നമ്മളുടെ വിവിധ തലങ്ങളിൽ നമ്മൾക്ക് അറിയണം നമ്മൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നമ്മളുടെ മൈൻഡ് പ്രവർത്തിക്കുന്നത്, ഏത് രീതിയിൽ വേണം നമ്മൾ അതിൽ നിന്നും പുറത്തു കടക്കാൻ. അപ്പോൾ ഓൾ ദോസ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ യുവർ ലൈഫ്, ഇല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും പല ഏരിയാസ് ഓഫ് ലൈഫ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു ചേഞ്ച് സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലിമിറ്റിംഗ് ബിലീഫിനെ കുറിച്ചാണ്. ലിമിറ്റിംഗ് ബിലീഫിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു എക്സസൈസും കൂടി ഉണ്ടാവും. ഓക്കെ, ഒന്ന് ഇങ്ങനെ കൂനിയിരുന്നിട്ട് ഒന്ന് കൂനിയിരുന്നേ. എന്നിട്ട് ശരിക്കും കൂനിയിരിക്കുക. ഓക്കെ, എന്നിട്ട് പറയാ ഐ ആം കോൺഫിഡൻറ്റ്. ഇങ്ങനെ ഒന്ന് ഷോൾഡേഴ്സ് ഒക്കെ ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് ഐ ആം കോൺഫിഡൻറ്റ് എന്നൊന്ന് പറയുക. ഇനി ഒന്ന് നേരെ ഇരുന്നേ, നിവർന്നിരുന്നേ, ആ ചങ്കൊക്കെ ഒന്ന് ഇങ്ങനെ തള്ളി പുറത്താക്കിയിട്ട് എന്നിട്ട് ഇനി ഒന്ന് പറയാം ഐ ആം കോൺഫിഡൻറ്റ്. രണ്ടിനും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാദ്യം ഒന്ന് ശരീരത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. കോൺഫിഡൻസിന്റെ ലെവൽ നിങ്ങൾക്ക് വളരെ വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ മേ ബി റിയാക്ഷൻ കൊടുക്കുക, ഒരു തംസ് അപ്പ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ യെസ്. ഇതിന്റെ അർത്ഥം വേറൊന്നുമല്ല, നമ്മൾക്ക് കുറെ പാറ്റേൺസ് മനസ്സിലാകുന്നുണ്ട് നമ്മളുടെ ശരീരത്തിന്, നമ്മളുടെ മൈൻഡിന്. ലിമിറ്റിംഗ് ബിലീഫ് എന്താണ്? നമ്മൾ ജനിക്കുമ്പോൾ ആരും ഒരു സെറ്റ് ഓഫ് ബിലീഫായിട്ടല്ലല്ലോ നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. നമ്മൾ പഠിച്ചു വളരുന്ന കാര്യങ്ങളാണ് അല്ലേ? നമ്മൾ പലപ്പോഴും പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. സയന്റിഫിക് റിസർച്ച് പറയുന്നത് 6 വയസ്സ് വരെയാണ് നമ്മളുടെ ബേസിക് ബിലീഫ് സിസ്റ്റങ്ങൾ ഫുള്ളായിട്ട് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലേക്ക് ശരിക്കും ബിൽഡാകുന്നത്. സോ ഈ 6 വയസ്സ് വരെ നമ്മൾ എന്തെല്ലാം കാണുന്നു, എന്തെല്ലാം കേൾക്കുന്നു, എന്തെല്ലാം അനുഭവിച്ച് ഫീൽ ചെയ്യുന്നു, എന്തെല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുന്നു, മണത്തറിയുന്നു, നമ്മളുടെ 5 സെൻസസിൽ നിന്നും നമ്മൾ എടുക്കുന്ന സെൻസറി ഇൻഫർമേഷൻ, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യണം,
ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായി തീരും, ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. നമ്മൾക്ക് എല്ലാവർക്കും ഒരു പാറ്റേൺ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്മളുടെ പേടി തന്നെ എടുക്കുക. ഇപ്പോ എൻ്റെ അമ്മയ്ക്ക് ഇതൊരു പാമ്പാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു പാമ്പാണെന്ന് വിചാരിക്കുക. ഇത് പാമ്പാണെങ്കിൽ എൻ്റെ അമ്മ ഈ പാമ്പിനെ കാണുമ്പോൾ അയ്യോ എൻ്റെ അമ്മ എന്ന് പറയുന്നതാണെങ്കിൽ, ഞാൻ എൻ്റെ അമ്മ അതങ്ങനെ കാണിക്കണ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഇതിനോടും പേടി വരും. നേരെ മറിച്ച് എൻ്റെ അമ്മ ഒരു സെർപ്പറ്റോളജിസ്റ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് പാമ്പിനെ പഠിക്കുന്ന ഒരു സയന്റിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫീൽഡ് ഓഫ് പ്രാക്ടീസിലാണെന്ന് വിചാരിക്കുക. അമ്മക്ക് പേടി ഉണ്ടാവോ? ഉറപ്പായിട്ടും പേടി ഉണ്ടാവില്ല. ഞാൻ എൻ്റെ അമ്മേനെ കാണുന്നത് എങ്ങനെയായിരിക്കും? ഈ പാമ്പിനെ ഇങ്ങനെ കൈ പിടിച്ച് ഈ പാമ്പിന്റെ ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കി അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു അമ്മേനെയാണ് ഞാൻ കാണുന്നത്. സ്വാഭാവികമായിട്ടും എനിക്ക് പാമ്പിനോട് പേടി കുറവായിരിക്കും. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. കുട്ടികൾക്ക് പേടി എന്താണെന്ന് അറിയോ? മറ്റുള്ളവർ കാണിച്ചു കണ്ടിട്ടുള്ള അതാണോ? അത്രേ ഉള്ളൂ. കുട്ടികൾക്ക് ശരിക്കും പേടി എന്ന് പറയുന്ന ഒരു എലമെന്റ്, ഫിയർ എന്താണെന്നുള്ളത് അവർക്ക് ഇവാലുവേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ അറിയില്ല. അപ്പോൾ ഫേഷ്യൽ റെക്കഗ്നിഷൻ വെച്ചിട്ടാണ് അവര് ശരിക്കും പേടി, സന്തോഷം ഇതെല്ലാം. നമ്മളെപ്പോഴും കുട്ടിയോട് ചൂമ്മൂടെ മുത്ത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കുമ്പോൾ നിനക്ക് വിഷമമായോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും കൊച്ചും അതുപോലെ തന്നെ ഇങ്ങനെ പോണ കണ്ടിട്ടില്ലേ? സെയിം തന്നെ നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് തന്നെയാണ് അവരും മിമിക് ചെയ്യുന്നത്. സോ സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് നമ്മൾ ലിമിറ്റിംഗ് ബിലീഫ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇങ്ങനത്തെയൊക്കെ കുറെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ആരും തന്നെ ഈ സർക്കിളിൽ നിന്ന് പുറത്തു പോകാറില്ല. ഓക്കെ, അയ്യോ ഒട്ടിയിരിക്കണേണല്ലോ, എന്തു പറ്റി, ഒന്നും കഴിച്ചില്ലേ, വീട്ടിലൊന്നും തരാറില്ലേ, നിന്റെ അമ്മ നിന്നെ പട്ടിണി കിടത്തുന്നതാണ്, കളറില്ലല്ലോ, എന്ത് പറ്റി, നിനക്കെന്ത് പഠിക്കാൻ പറ്റണില്ലേ, പറ്റണ പണിക്ക് വല്ലതും പോയാ പോരെ, എന്തിനാ ഇത് വയ്യാവേലിയൊക്കെ എടുത്ത് തലയിൽ വെക്കണത്, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ, പറഞ്ഞപ്പോ കേട്ടില്ലല്ലോ. ആ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെയൊക്കെ നമ്മ കേട്ടിട്ടുണ്ടോ? ബേസിക്കലി എന്താ, ഇതെല്ലാം മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് ആണ്, അവരുടെ ചിന്തകളാണ്. ഏതോ സമയത്ത് നമ്മൾ ആവശ്യമില്ലാണ്ട് ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് എടുത്തത് നമ്മൾ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇന്റേർണലൈസ് ചെയ്ത് വെക്കും. ഇന്റേർണലൈസ് ചെയ്ത് വെക്കുമ്പോ എന്താ, നമ്മളുടെ എത്തിക്സ്, ബിലീഫ്സ്, വാല്യൂ സിസ്റ്റംസ് ഇതങ്ങടായി മാറും. ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താകും, നമ്മളുടെ വിശ്വാസമായി തീരും. ശരിയാണ്, ഞാൻ പറഞ്ഞ കേട്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ വരില്ലായിരുന്നു. അപ്പൊ എന്തായി, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനായിട്ട് തുടങ്ങും. എപ്പോഴെങ്കിലും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് ഒരു സെയിം പാറ്റേൺ തന്നെയാണ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് ജീവിതത്തിൽ? അതായത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരെ തന്നെയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് സിറ്റുവേഷൻസ്, ആ ബുദ്ധിമുട്ട് സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഫിയർ ചെയ്യുന്നത്, അത് തന്നെയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. ഇനി അത് മണി റിലേറ്റഡ് ആണെന്ന് വിചാരിച്ചു, ഈ ഞാൻ പറയുന്നത് കൊണ്ട് ഇത് എഫക്റ്റഡ് ആവരുത്, ട്രിഗേർഡ് ആകരുത്. പാവപ്പെട്ട ഒരു മെന്റൽ സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ, അതായത് മണി റിലേറ്റഡിൽ ഒരു പുവർ മെന്റാലിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, ഉറപ്പായിട്ടും നമ്മളുടെ മെന്റാലിറ്റിയും അങ്ങനെ തന്നെ ആവുമ്പോൾ നമ്മളുടെ എത്ര ലോൺ അടച്ചു തീർക്കണമെങ്കിലും നമ്മളുടെ പുവർ ഡെറ്റ് സൈക്കിൾ എന്ന് പറയില്ലേ, DEBT, ഡെറ്റ് സൈക്കിൾ. നമ്മളുടെ ഫുൾ ചിന്തകൾ എന്താ, പാറ്റേൺസ് എന്താ, കാശ് അടക്കണം, കാശ് അടച്ചു തീർക്കണം, അടുത്ത ലോൺ EMI വരുന്നുണ്ട്, എപ്പോഴും അതിലേക്ക് തന്നെയാണ് നമ്മളുടെ ഫോക്കസ് അല്ലേ? കാരണം എന്താ, ചെറുപ്പകാലം തൊട്ട് നമ്മൾ പഠിച്ചതും കണ്ടതും ശീലിക്കുന്നതും ഒരു സർക്കിളിൽ നിന്നും ആ സെയിം, എൻ്റെ അപ്പനും അമ്മയും കാശടച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനത്തെ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നു, ഞാനും അത് തന്നെ അട്രാക്ട് ചെയ്യും. സോ ഒരു പാറ്റേൺ റെക്കഗ്നിഷൻ ആണ് നമ്മളുടെ ബ്രെയിനിന്
നോർമലി നടക്കുന്നത്, സ്കീമാസ്. സോ ഈ സ്കീമാസ് ബിൽഡ് ചെയ്യും തോറും എന്ത് സംഭവിക്കും? നമ്മൾക്ക് പാറ്റേൺസ് ഫോം ആകും അല്ലേ? പാറ്റേൺസ് ഫോം ആകുമ്പോൾ നമ്മളുടെ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റംസ് ബിൽഡ് ആകും. അപ്പോ എന്തുകൊണ്ടാണ് ലിമിറ്റിംഗ് ബിലീഫിൽ നിന്നും പുറത്തു വരേണ്ടത്? ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് മാത്രം നമ്മൾക്ക് ലിമിറ്റിംഗ് ബിലീഫിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുമോ? സാധിക്കുമെങ്കിൽ ഒരു ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു തംസപ്പ് ഇടുക. സാധിക്കും, ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. ഭയങ്കര ഡിഫിക്കൾട്ടാണ്, ഭയങ്കര ഡിഫിക്കൾട്ടായിരിക്കും. കാരണം വേറൊന്നും കൊണ്ടല്ല. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത് നിങ്ങൾ ഫോഴ്സ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ സാധാരണ താങ്ക്ഫുൾ ആകാറുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാറുണ്ടാവും, എല്ലാവരോടും നന്ദി പറയാറുണ്ട്, പറഞ്ഞതെല്ലാം നമ്മൾ ഉള്ളിലേക്ക് എടുക്കാറുണ്ട്. ബട്ട് പ്രോബ്ലം അവിടെയല്ല. പ്രോബ്ലം ലൈസ് ഇൻ പാറ്റേൺസ്. ഇതൊരു പുതിയ പാറ്റേൺ ആണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്, എഴുതുന്നത്. ഇതൊരു പുതിയ പാറ്റേൺ ആണ്. സോ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണേക്കാൾ മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫിനെ ആദ്യം മാറ്റണം. അത് പഠിച്ചു വെച്ചിരിക്കുന്നത് അത് അൺലേൺ ചെയ്യണം. മറന്ന് പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചിന്തകൾ കൊണ്ടുവരേണ്ടതാണ്. നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഞാനാണ്, ഐ ആം ദ ക്രിയേറ്റർ ഓഫ് മൈ ലൈഫ് ആൻഡ് മൈ ഡെസ്റ്റിനി. അപ്പോ ഐ ഹാവ് ടു മേക്ക് മൈ ബിലീഫ് സിസ്റ്റംസ് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ, അവർക്ക് ഗുണം വരുന്ന രീതിയിൽ, എന്നാൽ പോലും എനിക്ക് അൾട്ടിമേറ്റ്ലി എൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ലിമിറ്റിംഗ് ബിലീഫ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് തകർത്ത് നമ്മുടെ ഗോൾസിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. സോ സ്റ്റഡീസ് പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ലോജിക്കൽ ബ്രെയിൻ ആൻഡ് ദ ക്രിയേറ്റീവ് ബ്രെയിൻ. ക്രിയേറ്റീവ് ബ്രെയിൻ റൈറ്റ് ഹെമിസ്ഫിയർ ആണ്, ലോജിക്കൽ ബ്രെയിൻ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ്. നമ്മൾ രണ്ട് ബ്രെയിനും കൂടിയിട്ടാണ് മെജോറിറ്റി ടാസ്കുകൾ നമ്മൾ തീർക്കുന്നത് ഒരു ദിവസം. ഓക്കെ, സോ ഇത്രയും ആലോചിക്കുക. ഒരു പരിധിയിൽ ചിലപ്പോ മിക്കവരും ലോജിക്കൽ ബ്രെയിൻ ആയിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നത്, നമ്മളെല്ലാവരും. കാരണം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ഇതൊക്കെ അങ്ങോട്ട് കടിച്ചമർത്തി ജീവിച്ചു കഴിഞ്ഞാൽ മതി, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇതെല്ലാം ഫീൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും, അതങ്ങോട്ട് പോട്ടെ, അതിന്റെ വഴിക്ക് അങ്ങ് പൊക്കോട്ടെ, വേറെ ഒന്നും നോക്കണ്ട. ഇങ്ങനെ നമ്മൾ പലപ്പോഴും ജീവിക്കാറുണ്ട്, കടിച്ചമർത്തി പിടിച്ച് മാറ്റാണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും അതൊരു ലിമിറ്റിംഗ് ബിലീഫായി മാറി, ഒരു പാറ്റേൺ ആയി മാറി, നമ്മൾ പ്രൊസീഡ് ചെയ്യില്ല. സോ ഐഡിയോളജി ഈസ് വെരി സിമ്പിൾ. ഒരു ചെറിയൊരു എക്സസൈസ് ഞാൻ തരാം. ഇങ്ങനെ പിടിക്കുക. സ്റ്റഡീസ് പറയുന്നത് നമ്മളുടെ റൈറ്റ് ബ്രെയിൻ ആൻഡ് ലെഫ്റ്റ് ബ്രെയിൻ ആക്ടിവിറ്റി ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഹോൾ ബ്രെയിൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് മൂവ് ഫോർവേഡ് ചെയ്യാം. എൻ്റെ ചെറിയ വിരല് ആൻഡ് മൈ തമ്പ്, ഓക്കെ, 1. അത് തന്നെ ഓപ്പോസിറ്റ് സൈഡ്, ഇപ്പുറത്തോട്ട് 2. റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ലെഫ്റ്റ്. മെല്ലെ ചെറുതായി പ്രാക്ടീസ് ചെയ്യും തോറും നിങ്ങൾക്ക് ഹോൾ ബ്രെയിൻ ഇന്റഗ്രേഷൻ കൊണ്ടുവരാം. അങ്ങനെയാണ് റൈറ്റ് ബ്രെയിൻ ആക്ടിവിറ്റീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ, മറ്റേ പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിന്റ് കണ്ടിട്ടില്ലേ? മുകളിൽ ഒരു വട്ടം വരക്കുന്നു, കാലുകൊണ്ട് 6 വരക്കുന്നു, മുകളിൽ വട്ടം വരക്കുന്നു, കാലുകൊണ്ട് 6 വരക്കുന്നു. ഇതെല്ലാം റൈറ്റ് ബ്രെയിൻ ആക്ടിവിറ്റി സിമുലേറ്റ് ചെയ്യുന്ന എക്സസൈസുകളാണ്. ഇനി നമ്മൾ ആക്ച്വാലിറ്റിയിലേക്ക് വരുന്നു. നിങ്ങളുടെ ബുക്ക് എടുക്കുക, ഒരു പുതിയ ഒരു പേജ്. ഇനി നിങ്ങളുടെ ബുക്ക് ബൈൻഡഡ് അല്ല എന്നുണ്ടെങ്കിൽ
ഈ ആക്ടിവിറ്റി കുറച്ച് അത്യാവശ്യമുള്ളതാണ്. നേരെ നടുഭാഗത്തിലേക്ക് പോകുക ഏകദേശം. ഓക്കെ, നടുഭാഗത്തേക്ക് പോകുക. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു സെൽഫ് ഡിസ്കവറി ആണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ മേക്ക് ഷുവർ ഇപ്പുറത്തൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. ഐ ഹോപ്പ് നിങ്ങളൊരു പുതിയ പുസ്തകമാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്ക് നിങ്ങൾ നിങ്ങളുടെ 2 മേജർ ലിമിറ്റിംഗ് ബിലീഫ് എഴുതുക. നിങ്ങൾ കേട്ട് വളർന്നിരിക്കുന്നത് നിങ്ങളെ പുറകിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന 2 ലിമിറ്റിംഗ് ബിലീഫ്. എന്ത് വേണമെങ്കിലും ആകാം. എനിക്ക് തടിയുണ്ട്, മുടിയില്ല, എല്ലാവരും പറഞ്ഞു കേട്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ചെറുപ്പം തൊട്ട് കേട്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് നമ്മളുടെ ബിലീഫ് സിസ്റ്റമായി മാറിയ കാര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ഇവാലുവേറ്റ് ചെയ്യുക. എന്താണ് എൻ്റെ ലൈഫിൽ ഞാൻ മുന്നോട്ട് പോകാത്തത്? ചിലവര് പറയും എനിക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെർഫെക്ഷനിസം നല്ലതാണോ? പെർഫെക്ഷനിസം നല്ലതാണോ? പരിധി വരെ, ഒരു പരിധിയിൽ വരെ. പക്ഷെ പെർഫെക്ഷനിസം വരാനുള്ള മെയിൻ കാരണങ്ങൾ എന്തായിരിക്കും? ഒന്നല്ലെങ്കിൽ നമ്മൾ കണ്ടു വളർന്ന പാറ്റേൺസ് അങ്ങനെയാണ്, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ വീട്ടിൽ നിറച്ച് കെയോസ് ആയിരുന്നാണ്, ഒട്ടും കൺട്രോൾ ഇല്ലാത്ത സാഹചര്യങ്ങളായിരുന്നാണ്. അപ്പോൾ നമ്മൾക്ക് സമാധാനം കിട്ടിയത് നമ്മളുടെ കാര്യങ്ങളിൽ പെർഫെക്റ്റ് ആക്കിയാൽ, കൺട്രോൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കാര്യങ്ങൾ കൺട്രോളിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കൺട്രോളിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടും. അപ്പോൾ മൈക്രോ മാനേജ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും എനിക്ക് സമാധാനം കിട്ടുന്ന രീതിയിൽ എൻ്റെ ജീവിതം തീരും. അപ്പോൾ എൻ്റെ കാര്യം ഞാൻ എന്ത് ചെയ്താലും എനിക്ക് മൈക്രോ മാനേജ് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല. അപ്പോൾ ഞാൻ ആ ടാസ്ക് ഞാൻ ചെയ്യത്തില്ല, വിട്ടുപിടിക്കും. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? മാറ്റി വെക്കുക, പിന്നീട് വീണ്ടും 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 മുന്നോട്ട് 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 മാറ്റി വെക്കുന്ന കാര്യങ്ങൾ പ്രോക്രാസ്റ്റിനേഷൻ. പ്രോക്രാസ്റ്റിനേഷൻ അങ്ങനത്തെ കുറെ എലിമെന്റ്സ് ഉള്ളതാണ്. പെർഫെക്ഷനിസം ആണ് വൺ ഓഫ് ദ റീസൺസ് നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം. സോ ലിമിറ്റിംഗ് ബിലീഫ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഒരു തംസ് അപ്പ് തരിക. Two, 3, 4, 5, 6. Yes. ഓക്കെ, ഇനി നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സിലേക്ക് നോക്കുക. നോക്കിയിട്ട് നേരെ നിങ്ങളുടെ പെണ്ണെടുത്ത് ആ ലിമിറ്റിംഗ് ബിലീഫിനെ വെട്ടുക. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും വെട്ടിക്കോ. നിങ്ങളെ ഇതുവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. റൈറ്റ് സൈഡിലേക്ക് നേരെ നേരെ ഓപ്പോസിറ്റ്, കറക്റ്റ് ഓപ്പോസിറ്റ്, അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് എഴുതുക. ഒരംശം നെഗറ്റീവ് ഉണ്ടാകാൻ പാടില്ല. ഇപ്പോ ഫോർ എക്സാമ്പിൾ, എനിക്ക് തടി കൂടുതലാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതും, ഐ ആം യുണീക്ക് ഇൻ മൈ ഓൺ വേസ്, ഐ ആം എ ക്രിയേഷൻ ഓഫ് ഗോഡ് എന്ന് എനിക്ക് എഴുതാം. എനിക്ക് കളറില്ല, എനിക്ക് കളറ് മങ്ങിയ കളറാണ്, ഞാൻ എന്തെഴുതും? ഓപ്പോസിറ്റ്. എനിക്ക് കിട്ടിയിരിക്കുന്ന ബ്ലെസ്സിങ് ആണ്. എനിക്ക് ഇത് ചെറിയ സെന്റൻസ് എഴുതണമെന്നില്ല. യു ക്യാൻ റൈറ്റ് എ ബിഗ് സെന്റൻസ്, യു ക്യാൻ റൈറ്റ് എ ബിഗ് പാരഗ്രാഫ് ഓഫ് ഓപ്പോസിറ്റ്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്തത്, നമ്മൾക്ക് ഡാർക്കർ സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ വി ആർ ലെസ് പ്രോൺ ടു സ്കിൻ ക്യാൻസേഴ്സ് എന്ന് നമ്മൾ പറയും. UV റേസ് മൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഇറ്റ്സ് നോട്ട് എ മേജർ തിങ്, ബട്ട് സൺറേസിന്റെ
ഹാംഫുൾ എഫക്ട്സിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മെലനോസൈറ്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, ഡാർക്കർ ടോണിലേക്ക് മാറുന്നത്. അതുകൊണ്ടാണ് ഇക്വേറ്ററിന്റെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആൾക്കാർക്ക് കൂടുതൽ ഡാർക്ക് സ്കിൻ വരുന്നത്. അത് ആരുടെയും ജെനറ്റിക് പ്രോബ്ലം അല്ല, ആരുടെയും പ്രശ്നമല്ല. അതിനൊരു സ്പെസിഫിക് പർപ്പസ് ഉണ്ട് ആ ഡാർക്ക് പിഗ്മെന്റേഷന് വേണ്ടിയിട്ട്. അത് മനസ്സിലാക്കാണ്ട് നമ്മളുടെ ലിമിറ്റിംഗ് ബിലീഫിനെ ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് പലപ്പോഴും സ്കിൻ കെയർ ഇൻഡസ്ട്രി ബ്യൂട്ടി പ്രോഡക്ട്സ് ഇറക്കുന്നത്. ഇപ്പോ ആ ബ്യൂട്ടി പ്രോഡക്റ്റ് വേറെ പേരിലാണ് അറിയുന്നത്, അതുകൊണ്ട് ഞാൻ ആ പേര് യൂസ് ചെയ്യാം, ഫെയർ ആൻഡ് ലവ്ലി. എത്ര പേര് ഇതിൽ തേച്ചിട്ടുണ്ടാകും എനിക്കറിയില്ല, ബട്ട് ഞാൻ തേച്ചിട്ടുണ്ട്. അത് തേക്കാനുള്ള കാരണം എനിക്ക് അതിന്റെ സ്മെല്ല് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തേച്ച് കഴിഞ്ഞ് ഇതുവരെ ആരും വെളുത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ അവര് എന്തിന്റെ ബേസിസിലാണ് ഈ സ്കിൻ കെയർ പ്രോഡക്റ്റ് ഇറക്കിക്കൊണ്ടിരുന്നത്? എന്ത് ഐഡന്റിഫയബിൾ ട്രേറ്റിലാണ് അവര് മാറ്റം വരുന്നു എന്ന് പറയുന്നത്? സിമ്പിൾ ലോജിക്. നമ്മളുടെ ബിലീഫ് സിസ്റ്റത്തിനെ, ലിമിറ്റിംഗ് ബിലീഫിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്കറ്റിൽ നമുക്ക് അടിച്ചു മുന്നേറാം. അതുകൊണ്ടാണ് ഡാർക്ക് സൈക്കോളജി പ്രോഡക്ട്സ് നിങ്ങൾ പേടിക്കണം എന്ന് പറയുന്നത്. സോ നേരെ വെട്ടി ഇതിന്റെ ഓപ്പോസിറ്റ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തംസപ്പ് ഇടുക. ഇത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. One, two, three, 4, 5. നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരംശം പോലും നെഗറ്റീവ് വരരുത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 2 എക്സാമ്പിള്, എന്റെ തടി എനിക്ക് പ്രശ്നമില്ല, അപ്പൊ എന്താ അതിന്റെ നെഗറ്റീവ് ഉണ്ടോ? തടി പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് കൊണോട്ടേഷനിലാണ്. അതുകൊണ്ട് അങ്ങനെ എഴുതരുത്. ഇല്ലെങ്കിൽ എനിക്ക് കുറച്ച് മുടിയുള്ളൂ, അതിൽ ഞാൻ സന്തുഷ്ടനാണ്. ആ കുറച്ച് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ ഉള്ളതാണ്. പോസിറ്റീവ് വാക്കുകൾ കൂടുതൽ ഉപയോഗിച്ച് പഠിക്കുക. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. യു ആർ വെരി ബ്യൂട്ടിഫുൾ ടുഡേ. ഞാൻ ഒന്ന് മാറ്റി പറയട്ടെ, യു ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പേഴ്സൺ. ഒറ്റ വാക്കല്ലേ ഞാൻ ആഡ് ചെയ്തുള്ളൂ, മാറ്റിയുള്ളൂ. വെരി ആൻഡ് മോസ്റ്റ് അല്ലേ? ആ സെന്റൻസിന്റെ അർത്ഥം മാറിയത് കണ്ടോ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലുള്ള കാര്യം. രണ്ട് വ്യത്യാസം ചെയ്തുള്ളൂ. രണ്ടിനും ഞാൻ സെയിം ഇൻടോണേഷൻ കൊടുത്തു. യു ആർ വെരി ബ്യൂട്ടിഫുൾ, യു ആർ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. സെയിം ഇൻടോണേഷൻ തന്നെ കൊടുത്തത്, വോയിസ് മോഡുലേഷന് സെയിം ആ കൊടുത്തത്. ബട്ട് പറഞ്ഞു വന്നപ്പോഴത്തേക്കും അതിന്റെ സെന്റൻസിന്റെ ആ ഇമ്പം മാറി അല്ലേ, ഉള്ളിലേക്ക് കയറുന്ന ഫീലിംഗ് മാറി. സോ ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഇത് നടുക്ക് എഴുതാൻ പറഞ്ഞത്? ഈ പേജ് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് അങ്ങോട്ട് കീറുക. ഇതിലപ്പോ നമുക്ക് കൂടുതൽ എഴുതിയിട്ട് ചെയ്തൂടെ? ഇപ്പൊ 2 നമ്മൾ ചെയ്തേക്കുന്നത്. എഴുതിക്കോ, ഒരു പിന്നീട് നമുക്ക് കുഴപ്പമില്ല. ഡെഫിനറ്റ്ലി എത്രയാന്ന് വെച്ചാൽ എഴുതിക്കോളൂ. യെസ് ഷമി ചേച്ചി. വിനീത മാം, കൂടുതലാണ് എഴുതേണ്ടത്. നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ തീർക്കേണ്ടത് കൊണ്ട് മാത്രമാണ് 2 പറയുന്നത്. നിങ്ങൾ എത്രത്തോളം ഇത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ അതിന്റെ മെത്തേഡ് മാത്രം പറഞ്ഞു തരുന്നു. നിങ്ങൾ പിന്നീട് അത് നമുക്ക് എല്ലാ നെഗറ്റീവ് ബിലീഫ്സും നമ്മുടെ പോസിറ്റീവിലേക്ക് മാറ്റാൻ വേണ്ടി ഈ ഒരു എക്സസൈസ് ഉപയോഗിക്കാം. ഈ രീതിയിൽ നമുക്ക് എല്ലാം നമ്മളിൽ നിന്ന് അത് പോകും എന്നുള്ളതാണോ? ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് നമ്മുടെ ബിലീഫ് ചേഞ്ച് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു കഥ പറയാറുണ്ട്. ആനയുടെ ചെറുപ്പം മുതലേ ആനയെ ചങ്ങലയിൽ കെട്ടിക്കഴിഞ്ഞാല് ആ കുറ്റിയുടെ അടുത്ത് കൊണ്ടു നിർത്തിയാലും ചങ്ങല ഇല്ലെങ്കിലും ആന എവിടെയും പോവില്ല. കാരണം അതൊരു ആ ഒരു ബിലീഫ് അതിൽ ഉറച്ചിട്ടുള്ള കാര്യമാണ്. സെയിം തന്നെയാണ് നമ്മളിലും ഉള്ളത്. നമ്മൾ ആ കാര്യങ്ങള് പല കാര്യങ്ങളും മുന്നേ തന്നെ ചിന്തിച്ച് വെച്ച് ആ ഒരു
സിസ്റ്റം നമ്മളിപ്പോൾ ഓർമ്മിക്കുന്നില്ലെങ്കിൽ പോലും അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്നുള്ള രീതിയിലാണ് പല നെഗറ്റീവ് തോട്ടുകളും നമ്മളെ പലതിൽ നിന്നും ബ്ലോക്ക് ചെയ്യുന്നതും ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് ബിലീഫുകളാണ്. അപ്പൊ അത് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഓഫ്ലൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 1-2 മണിക്കൂർ എടുത്ത് ഇത് കൃത്യമായി ഒരു അരമണിക്കൂറിലധികം ഇതിന് വേണ്ടി കൊടുത്ത് മുഴുവൻ നെഗറ്റീവ് ബിലീഫ്സ് എഴുതിച്ച് അതിന് പോസിറ്റീവ് എഴുതിച്ച് ഈ നെഗറ്റീവ് ബിലീഫ്സ് നിങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങളെ കൊണ്ട് കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ മനസ്സിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. എന്താണ് എന്നിൽ നിന്ന് എൻ്റെ നെഗറ്റീവ്സ് ഒക്കെ പോയി. പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഈ പോസിറ്റീവ് എഴുതിയ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ മോർണിംഗിലും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയും നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ പോസിറ്റീവ് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ അത് രജിസ്റ്റർ ആവുകയും നമ്മുടെ മൈൻഡിലും അതിനനുസരിച്ച് നമ്മുടെ ബോഡിയിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ അത് ആ പോസിറ്റിവിറ്റി നിറയുകയും ഈ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ കാണാനും അത് എന്താണ് പ്രാവർത്തികമാവുകയും ചെയ്യും. ഓക്കെ, നമ്മളുടെ പാറ്റേൺസ് നമ്മൾ മനസ്സിലാക്കി തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ പാറ്റേൺസിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. വൺസ് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അത് മാറ്റാനേ നമ്മൾ ശ്രമിക്കാറുള്ളൂ. സോ ഇന്ന് നമ്മളെല്ലാം ദിവസം പ്രാക്ടീസ് ചെയ്യുന്നത് അവിടെ വെച്ച് മറന്നു വരാനുള്ളതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ നിങ്ങൾ എല്ലാം ദിവസം വാട്ട് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ, ഞാൻ എന്തിനാണ് ഇന്ന് എണീറ്റപ്പോൾ അല്ലെങ്കിൽ ഞാൻ കിടക്കാൻ പോകുമ്പോൾ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നത്, വാട്ട് ഈസ് ദാറ്റ് ഫീലിംഗ്, വാട്ട് ഈസ് ദാറ്റ് മെമ്മറി, ഇതെല്ലാം എഴുതി ചേർക്കുക. എല്ലാം ദിവസം ഡേറ്റ് ഇട്ടിട്ട് ഇത് ഒരു ദിവസം ഇത് ചെയ്തു ഇനി ചെയ്യില്ല, അങ്ങനെയല്ല. യു ഹാവ് ടു ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഞങ്ങൾ ഇവിടെ ഫെസിലിറ്റേറ്റേഴ്സ് ആണ്. വി ആർ ചേഞ്ച് ഫെസിലിറ്റേറ്റേഴ്സ്. യു ആർ ദ എക്സ്പീരിയൻസിങ് പീപ്പിൾ, അല്ലെങ്കിൽ യു ആർ ദ എക്സ്പീരിയൻസിങ് പേഴ്സൺ. അപ്പോ ചേഞ്ച് വിൽ സ്റ്റാർട്ട് ഫ്രം ഹിയർ, ബട്ട് യു ഹാവ് ടു ടേക്ക് ഇറ്റ് ഓൺ. ഓക്കെ, സോ മെല്ലെ കണ്ണുകൾ അടക്കുക. മെല്ലെ കണ്ണുകൾ അടക്കുക. ശ്വാസം എടുത്തു വിട്ടേ. Understand the feeling that you are noticing right now. ഇപ്പോൾ കടന്നു പോകുന്ന വികാരം മനസ്സിലാക്കുക. നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് നിങ്ങൾ എഴുതിയപ്പോൾ കടന്നുപോയ ഫീലിങ്സ് മനസ്സിലാക്കുക. അതിന് നേരെ വിപരീതമായ ഒരു പോസിറ്റീവ് ഫീലിംഗ് എഴുതിയപ്പോ, ഒരു പോസിറ്റീവ് നോട്ട് എഴുതിയപ്പോ നിങ്ങൾക്ക് തോന്നിയ ആ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ പോസിറ്റീവ് ഫീലിംഗ് മനസ്സിലാക്കുക. ഫീൽ ദാറ്റ് ബ്യൂട്ടിഫുൾ ഫീലിംഗ് ഓഫ് എംപവർമെന്റ്. ആ പോസിറ്റീവ് കാര്യം എഴുതിയപ്പോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഇവന്റ് നടന്നതായിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കേ. I am beautiful. I am powerful. I feel wonderful. എനിക്ക് സാധിക്കും എന്ന് തോന്നിയ നിമിഷങ്ങൾ. ഞാനാണ് എൻ്റെ ഫേറ്റ്, എൻ്റെ ഡെസ്റ്റിനിയുടെ പാത ഒരുക്കി തീർക്കുന്നത്. ഇതെല്ലാം ഒന്ന് ശരിക്കും കണ്ട് മനസ്സിലാക്കി ഫീൽ ചെയ്യുക. വിഷ്വലൈസ് ദ ഔട്ട്പുട്ട്. സീ ദ ഡെസ്റ്റിനേഷൻ ദാറ്റ് യു ആർ അബൌട്ട് ടു റീച്ച്. എത്താൻ പോകുന്ന ഗോളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എത്താൻ പോകുന്ന ആ ഏരിയ ഓഫ് ഫോക്കസിലേക്ക് ശ്രദ്ധിക്കുക. അതിന് നിങ്ങളുടെ പാറ്റേൺസ് പൊട്ടിച്ച്, അതിന്റെ ചങ്ങലകൾ ഒടച്ച് പൊട്ടിച്ച് മുന്നോട്ടേറുന്നത് കാണുക.
നിങ്ങൾക്ക് വരുന്ന ചേഞ്ചസ് ഉള്ളിലേക്ക് സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുക. ആ ചേഞ്ചസ് ഉള്ളിലേക്ക് എടുക്കുക. I want to receive the changes and I have received the changes. ഞാൻ ആ ചേഞ്ച് എൻ്റെ മനസ്സിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു, എൻ്റെ ശരീരത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു, എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. I feel well prepared and I am well rested. I feel at peace. I feel at comfort. My body is soulful. I am happy. I am glad. I am proud. അഭിമാനത്തോടെ ഞാൻ എന്നെ തന്നെ നോക്കുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന്, പുതിയ ഒരു അണ്ടർസ്റ്റാൻഡിങ് വളർത്തിയതിന്, എൻ്റെ ലിമിറ്റിംഗ് ബിലീഫിൽ നിന്നും പൊട്ടി പുറത്തു വന്നതിന്, നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന ആ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എഴുതി വരാനായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അത് എഴുതി വരുമ്പോ നിങ്ങൾ അത് സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുക. ഉള്ളിലേക്ക് എടുക്കുക. ഫീൽ ദ പോസിറ്റിവിറ്റി, അതിന്റെ ചൂട്, അതിന്റെ മൃദുലത ഉള്ളിലേക്ക് എടുക്കുക. Thank the universe. I feel grateful for all the blessings. I feel grateful for all the feelings of joy. I feel grateful for my elders and my parents. ഞാൻ പഠിച്ച പാഠങ്ങൾക്ക് I am grateful. നന്ദിയോടെ പറയുക, നന്ദിയോടെ സ്വീകരിക്കുക പഴയ മെമ്മറീസ്. അപ്രീസിയേഷൻ പഠിക്കുക. Feel it. Feel that all your resources are working for you. മെല്ലെ ഇരു കൈകളും കൂട്ടിത്തിരുമ്മി കണ്ണിലേക്ക് വെക്കുക. ചൂടറിയുക. Feel the warmth in your hands, your body, your skin, everywhere. കണ്ണുകളിലേക്ക് വെക്കുക. Feel the warmth. മെല്ലെ കണ്ണുകൾ തുറക്കുക. Good morning to one and all. This is the start of your day. Feel the positive glow inside. Go ahead. മുന്നോട്ട് പോവുക. ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫിനെ പൊട്ടി തകർത്ത് നിങ്ങൾ പുറത്തേക്ക് വരിക. And practicing gratitude like this will get you to more places. ലിമിറ്റിംഗ് ബിലീഫിനെ പൊട്ടിച്ച് കളഞ്ഞ് മുന്നോട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതോറും കൂടുതൽ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഐ ഗ്യാരണ്ടി ഫ്രം പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ്. ഫ്രം പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ് ഐ ഗ്യാരണ്ടി യു. എന്നെ പലപ്പോഴും പിടിച്ചു വെച്ചേച്ചത് എൻ്റെ ഓരോ കാര്യങ്ങളാണ്. യുണീക്നെസ് കൊണ്ടുവരാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്. ഓരോ തവണ എന്നെ ആൾക്കാർ നോക്കി മുടി കുറവാണല്ലോ, മുടി പോകുന്നുണ്ടോ, എന്നെ ആൾക്കാർ നോക്കി തടി കൂടുതലാണ്, അയ്യോ കണ്ണുകൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ. ഇപ്പോ എനിക്കിതെല്ലാം യുണീക്നെസ് അല്ല, എൻ്റെ സ്ട്രെങ്ത്തുകളാണ്. ഞാൻ യുണീക്നെസ്സിനേക്കാൾ ഉപരിയിലേക്ക് പോയി, എൻ്റെ സ്ട്രെങ്ത് ആയി മാറി. എനിക്കുണ്ടായിരിക്കുന്ന പഴയ നെഗറ്റീവ് ട്രോമാസ് എല്ലാം എൻ്റെ കൗൺസിലിംഗ് സെഷൻസിൽ ഓരോന്ന് എടുക്കുമ്പോൾ ട്രോമ കെയർ കൗൺസിലിംഗ്, ട്രോമ ബേസ്ഡ് കൗൺസിലിംഗ്, സ്ട്രെങ്ത് ബേസ്ഡ് അപ്രോച്ച് എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് എൻ്റെ യുണീക്നെസ് അല്ല, എൻ്റെ സ്ട്രെങ്ത് ആയി മാറിയതുകൊണ്ടാണ്. നമ്മൾ എപ്പോ ആ ലിമിറ്റിംഗ് ബിലീഫ് പൊട്ടിക്കുന്നു അന്ന് എനിക്ക് അത് മുന്നേറി എൻ്റെ സ്ട്രെങ്ത് ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഇവിടെ ഇത് സ്ട്രെങ്ത് ബേസ്ഡ് അപ്രോച്ച് ആയിട്ട് നമ്മൾ പേഴ്സൺ സെന്റേർഡ് ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ സെഷൻസ് കൊണ്ടുപോകുന്നത്. ബിക്കോസ് ഐ നോ നിങ്ങളിൽ എല്ലാവരിലും ഓരോരുത്തരിലും അത്ര അധികം കപ്പാസിറ്റി ഉണ്ട് മുന്നേറാനായിട്ട്, ലൈഫിൽ കുറേ ഗോൾസ് നേടാനായിട്ട്. എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം സാധിക്കും.
So go in that beautiful feeling, feel grateful to yourself, touch your heart and say, I thank you and I am sorry. I acknowledge you and I love you. Start your day beautifully. Aham Brahmasmi. Thank you very much. Thank ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇന്ന് വൈകുന്നേരം നമ്മുടെ നെക്സ്റ്റ് ബാച്ച് 6ാമത്തെ ഓൺലൈൻ NLP ബാച്ച് തുടങ്ങുകയാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. എൽവിസി അതിൻ്റെ ഒന്ന് പോസ്റ്റ് ഒന്ന് ഷെയർ. ചാനലില് ഞാൻ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. So if you want to join in, if you are feeling for a 10-day program, workshop 9 തൊട്ട് 10 മണി വരെയാണ്. എവറി സിംഗിൾ ഡേ ഓൺലൈനിലാണ്. ഡീറ്റെയിൽസ് വിൽ ബി ഷെയർ ടു യു. സോ ഗ്രൂപ്പിൽ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് എല്ലാം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആ ചാനലിൽ, ഗ്രൂപ്പല്ല സോറി, ചാനലിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനും ഞങ്ങളുടെ ബാക്കി സോഷ്യൽ പ്രൊഫൈൽസും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസിനും കൂടുതൽ ആവശ്യങ്ങൾക്കും യു ക്യാൻ ഡെഫിനറ്റ്ലി ഡൺ. താങ്ക് യു. Thank you so much. Thank you so much. Yes. അതുപോലെ തന്നെ ഇന്ന് വരെയുള്ള എക്സസൈസുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഒരു മടിയും വേണ്ട. ഇനി ഇത് മാത്രമല്ല, എന്ത് ഡൗട്ട് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇതുമായി ഇത്തരത്തിലുള്ള എങ്ങനെയുള്ള സംശയങ്ങളായി കഴിഞ്ഞാലും പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിനൊന്നും മടിക്കണ്ട. നിങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാലും മതി. Always open. Yes. So much. Have a great day.